ഇന്ന് എല്ലാവരും അവരുടെ തിരക്കേറിയ ലൈഫ് സ്റ്റൈൽ കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെയും അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് എടുക്കാതെയും ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ അവർക്ക് ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡി കാണിക്കുന്ന കുറച്ച് സിംറ്റംസിനെയും അതുപോലെ അതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്നാണ്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, ഡോക്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ചെറിയ പ്രായം തൊട്ട് മുതിർന്ന ആൾക്കാരെ വരെ ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നമ്മൾ ഒരുപാട് ലോങ് ടേം ആയി ഇരിക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കാണ് ഡീൽ ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കണ്ടുവരും. അത് നമുക്ക് നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. അത് ഫർദർ ഒരു ഡിസീസ് കണ്ടീഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ചെറിയ ചില ലക്ഷണങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഫാറ്റിഗ്, അതായത് ക്ഷീണം, വിട്ടുമാറാത്ത ക്ഷീണം, ഒന്നും ചെയ്യാനുള്ള ഉന്മേഷമില്ല, നമുക്ക് എപ്പോഴും കിടക്കണമെന്ന് തോന്നുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തന്നെ ഒരു മടി തോന്നുക, വർക്കുകളൊക്കെ പെൻഡിങ് ആയിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാത്തൊരവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഇത് പൊതുവേ കണ്ടുവരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അയേൺ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അയേൺ ഡെഫിഷ്യൻസി കൂടുതലായി കണ്ടുവരാറുണ്ട്. അതും അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കണ്ടുവരാറുണ്ട്. ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് വഴി നമുക്ക് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷനും കുറഞ്ഞു വരും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉന്മേഷവും ഉണ്ടാവില്ല, എപ്പോഴും ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട്. അതും അല്ലെങ്കിൽ വിളർച്ച, അനീമിയ എന്ന് പോലൊരു അവസ്ഥയാണ് പൊതുവേ കണ്ടുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു, അയൺ ഡെഫിഷ്യൻ്റായി ഉണ്ടാവുന്ന ക്ഷീണത്തിൽ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് നമുക്കറിയാം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ ധാരാളമായിട്ട് അയൺ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രൂട്ട്സിലാണെങ്കിൽ നമുക്ക് ഡേറ്റ്സ് കഴിക്കാം, പിന്നെ നമുക്ക് മാതളം കഴിക്കാം, അതുപോലെ നമ്മുടെ കറുത്ത മുന്തിരി ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മീറ്റ്, ഫിഷ്, എഗ് ഒക്കെ ധാരാളം കഴിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഈ തരം ഭക്ഷണങ്ങൾ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു വരുന്ന ഒരു കോമൺ സിംറ്റമാണ് മുടി പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഹെയർ ബ്രേക്കിംഗ് എന്ന് പറയും. ചെറിയ രീതി നമ്മളിപ്പം തലയിൽ തൊടുകയാണെങ്കിൽ തന്നെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നൊരു സാഹചര്യം, മുടിയൊക്കെ തിന്നാവുക, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കുക. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പൊതുവേ ഒരുപാട് ആൾക്കാരിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതായത് നമുക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ഒക്കെ കൂടി വരുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്നത് അവർ കുറയ്ക്കുന്ന ഒരു സാഹചര്യം പൊതുവേ കണ്ടുവരാറുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മസിൽസിൻ്റെ ആക്ടിവേഷന്, ബോണിൻ്റെ സ്ട്രെങ്ത്തിന്, അതുപോലെ നമ്മുടെ സ്കിൻ, ഹെയർ, അതുപോലെ തന്നെ നെയിൽസിനൊക്കെ ഒരുപാട് എസെൻഷ്യൽ ആയിട്ടൊരു കണ്ടൻറ്റാണ്. ഇത് നമ്മുടെ ബോഡിയിലെ എന്താ പറയുക മസിൽ ആക്ടിവിറ്റീസിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ എടുക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഹെയറിന് കംപ്ലയിൻറ്റ്സ് വരാം, അതുപോലെ നമ്മുടെ മസിൽ ക്രാംസ്, ബോൺ സ്ട്രെങ്ത് കുറയുക, പെട്ടെന്ന് എല്ലും പൊട്ടിപ്പോകുന്നൊക്കെ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ നമ്മുടെ ടീത്ത് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് വരിക, നെയിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് നമുക്കറിയാം പയറ്, കടല, പരിപ്പ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മഷ്റൂം പോലുള്ള പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഡയറി പ്രോഡക്ട്സ് ഒക്കെ നിങ്ങളെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുന്നത് വഴി നമുക്ക് പ്രോട്ടീൻ ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസി നമുക്ക് കോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതല്ല, പ്രോട്ടീൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് അവർ പ്രോട്ടീൻ്റെ കണ്ടന്റ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏത് തരം, അതായത് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, മീറ്റ് കഴിക്കാം, എഗ്ഗ് കഴിക്കാം. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റമാണ് നഖം പൊട്ടി വരിക എന്നുള്ളത്. അതായത് നമ്മളിപ്പം ക്ലീൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടിപ്പോകുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നഖം പൊട്ടിപ്പോകുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൻ്റെ മേലൊക്കെ ചെറിയ ചെറിയ പാടുകൾ വരിക, ചെറിയ ചെറിയ ഇങ്ങനെ കുത്തു പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരിക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ. നാലാമതായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ വായ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞു ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഫോം ചെയ്യുക. ഇത് ചിലപ്പം നീറുന്ന രീതിയിലൊക്കെ ആയിരിക്കാം. അത് ചില ആൾക്കാരിൽ ലോങ് ടേം ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് പുണ്ണ് പോലുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പ്രധാനമായിട്ട് വരുന്നത്.
ഇങ്ങനെ പുണ്ണും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എല്ലാവരും പൊതുവെ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ B2 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട്, എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ട്, മീറ്റ്, അതുപോലെ മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരം ബ്ലിസ്റ്റേഴ്സ് വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ പൊതുവേ ഇത്തരം ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു കോമൺ സിംറ്റമാണ്, ഒരുപാട് പേരിൽ ഉണ്ടാവുന്നൊരു സിംറ്റമാണിത് കണ്ണ് തുടിക്കുക അല്ലെങ്കിൽ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെട്ടുക എന്നൊക്കെ പറയുന്നത്. ഇതിന് പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നതാണ്. ഇത് കണ്ണിൽ മാത്രമല്ല ബോഡിയിലെ മറ്റ് ഭാഗങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് ഈ മസിലൊക്കെ ഒന്ന് ട്വിച്ച് ആവുന്ന പോലെയോ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട്. ഇത് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ്. മെഗ്നീഷ്യം നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസിൻ്റെ സമയത്ത് നമുക്ക് ഈ മെസ്സേജസ് ഒന്നും പാസ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് കുറഞ്ഞു വരും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മസിൽ വീക്ക്നെസ് അല്ലെങ്കിൽ മസിൽ ഇതുപോലെ ട്വിച്ച് ആവുന്ന പോലെയൊക്കെയാണ് പൊതുവേ കണ്ടുവരാറുള്ളത്. അപ്പോൾ മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൊതുവെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രധാനമായിട്ട് നമുക്കറിയാം ഗോതമ്പിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മീറ്റിൽ അടങ്ങിയിട്ടുണ്ട്, അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്, ചീര, നട്ട്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ മെഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു കോമൺ ലക്ഷണമാണ് നമ്മുടെ ജോയിൻസിനകത്ത് നിന്നൊക്കെ ഒരു സൗണ്ട് വരിക. നമ്മൾ പെട്ടെന്ന് ക്രെപ്പിറ്റേഷൻസ് എന്നൊക്കെ പറയും. നമ്മൾ പെട്ടെന്ന് എണീറ്റ് നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡീൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ സൗണ്ടുകൾ കേൾക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. അതിപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വരെ ഈ ഒരു സൈൻ കണ്ടുവരാറുണ്ട്. പൊതുവേ സാധാരണയായിട്ട് ഒരു ഏജ് കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ വരാറ്. അത് തേയ്മാനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നമ്മുടെ ബോൺ ഇൻ ബിറ്റ്വീനുള്ള ഫ്ലൂയിഡ് തീർന്നത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് കാൽഷ്യം അതുപോലെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കൊണ്ടാണ്. കാൽഷ്യം നമുക്കറിയാം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മീറ്റ്, ഫിഷ്, എഗ്ഗ്, അതുപോലെ തന്നെ നമുക്ക് സെസമി അതായത് എള്ളിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം എന്ന് പറയുന്നത്. വൈറ്റമിൻ D3 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം മാത്രം. അതും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സൺലൈറ്റ് ഒന്നും ഒക്കെ നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ D3ൻ്റെ കേസ് നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സണ്ണാണ് എക്സ്പോസ് ചെയ്യുന്നത്. അത് അപ്പം സൺ എക്സ്പോഷറിലൂടെ നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സപ്ലിമെൻറ്റ് എടുക്കാവുന്നതാണ്. ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം നിങ്ങളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് നട്ട്സിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ Dൻ്റെ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരം സിംറ്റംസ് ഒക്കെ ബോഡി കാണിച്ച് തുടങ്ങുകയാണെങ്കിൽ കാൽഷ്യം, വൈറ്റമിൻ D റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു കോമൺ സിംറ്റമാണ് മുടി പെട്ടെന്ന് നരയ്ക്കുക, അല്ലെങ്കിൽ അകാല നര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഹെയർ ഗ്രേയിങ് എന്ന് പറയും. പ്രധാനമായിട്ട് യങ് ഏജിലായിരിക്കും അത് ഉണ്ടാവുക. ഒരു 20 വയസ്സിന് മുമ്പേ ഒക്കെ ആയിട്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ കണ്ടുവരാം. പ്രധാനമായിട്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം വരുന്നത്. കോമൺലി കണ്ടുവരുന്നത് വെജിറ്റേറിയൻസിലാണ്. കാരണം ഇത് സീ ഫുഡിലും ഷെൽ ഫിഷിലൊക്കെയാണ് ധാരാളമായിട്ട് വൈറ്റമിൻ B12ൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. അതല്ല എങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റും ചെയ്യാവുന്നതാണ്. ഇന്ന് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റമാണ് ഈ ഹെയർ ഗ്രേയിങ് എന്ന് പറയുന്നത്. ഇത്തരം സിംറ്റംസ് ഒക്കെ നമുക്ക് പൊതുവേ നമ്മുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ നമുക്ക് പോഷകാഹാരക്കുറവുള്ള സമയത്ത് നമ്മുടെ ബോഡി കാണിച്ചു വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ സിംറ്റംസ് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രം അത് ഭക്ഷണത്തിലൂടെ തന്നെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സപ്ലിമെൻറ്റ് ഫോമിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്